മരണം മറയും രസഗുളിക. എന്താ ഇത് ചോദിച്ചാൽ ഒരു വെറൈറ്റി കിണർ കാണിച്ചു തരാം. സംഭവം ഞെട്ടിയട്ടാ. വാവ്, അടിപൊളിയായിട്ടുണ്ട് കണ്ട. അപ്പോൾ ഫ്രണ്ടിലായിട്ടൊരു ഗൊറില്ലയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അടിപൊളി ഒരു ഗുഹേൻ്റെ ഒരു ഫീൽ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അവതാറുണ്ട്. പിന്നെ സൈഡിലായിട്ട് ജിറാഫ്. പിന്നെ അടിപൊളി നല്ല വെറൈറ്റി സംഭവങ്ങളാണ് ഉള്ളത് കണ്ട. അടിപൊളി ഒരു സീബ്ര. പിന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ ഒരു സാധനങ്ങൾ. ഞെട്ടിയട്ടാ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ 3 ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ പഴയങ്ങാടി ഏഴോ ഫെസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമ്മുടെ പോലീസ് മൈതാനത്തിൽ കാഴ്ച എന്ന് പറഞ്ഞൊരു അടിപൊളി ഫെസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാൽ ബീച്ചിൽ അപ്പോൾ അവിടെയും ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി ഏഴോ ഫെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫെസ്റ്റ് കാണാൻ നമുക്കൊന്ന് പോകാം. അപ്പോൾ ആ ഒരു ഏഴാം ഫെസ്റ്റ് തീരുന്നൊരു ദിവസമാണ്, അതായത് നമ്മുടെ ജനുവരി 7-ാം തീയതിയാണ് ആ ഒരു ഫെസ്റ്റ് തീരുന്നത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പറ്റി ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി കാഴ്ചയാണ്. അപ്പം നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഞാനങ്ങനെ പഴയങ്ങാടി എത്തിയട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ഏഴോ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഏഴോ ഫെസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിലായിട്ട് നല്ലൊരു ഗൊറില്ല ഉണ്ട് നമ്മുടെ ഈ ഒരു കിങ് കോങ്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 2 നില ബിൽഡിങ്ങിൻ്റെ അത്ര ഹൈറ്റിലുണ്ട്. അപ്പോൾ അതാണ് പ്രധാന ആകർഷണം. അപ്പോൾ ഇത് നമ്മുടെ സൈഡിലായിട്ട് ഇതാണ് മുമ്പിലെ ആ ഒരു ഏഴോ ഫെസ്റ്റിൻ്റെ ആ ഒരു സംഭവം. അപ്പോൾ അത് സൈഡിലായിട്ടുണ്ടാ ചെറിയൊരു ബോട്ടലിൻ്റെ ആ ഒരു ഇതാക്കിയിട്ടുണ്ടാകും. അപ്പോൾ കാണാൻ തന്നെ നല്ല അടിപൊളി, ഫ്രണ്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ആ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതുതായിട്ട് വന്ന നമ്മുടെ നിക്ഷാൻ ഇലക്ട്രോണിക്സിലെ ഇതാണ് നമ്മുടെ പഴയങ്ങാടിയിലെ പുതുതായിട്ട് വന്ന നിക്ഷാൻ ഇലക്ട്രോണിക്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ടിക്കറ്റിൻ്റെ വില എന്ന് പറയുന്നത് 60 രൂപയാണ്. അപ്പോൾ നമുക്ക് നേരെ ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇതാ സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട് 60 രൂപ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ടിക്കറ്റ് അപ്പോൾ നമ്മൾ ഏകദേശം ടിക്കറ്റ് എടുത്താട്ടോ 60 രൂപ. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണും. അപ്പോൾ ഇതാണ് ഫ്രണ്ട്. അപ്പോൾ ഇതിലേക്കൂടി നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് വരുന്നത്. അപ്പോൾ അവരൊക്കെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ക്യാമറക്ക് ജസ്റ്റ് ഒരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോവാട്ടോ. അപ്പോൾ ഈ ഒരു ഗുഹേൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് അടിപൊളിയാണ് കേട്ടോ. റെഡിക്കെന്ന് പറഞ്ഞൊരു ഗുഹേൻ്റെ ഉള്ളിൽ പോകുന്ന ആ ഒരു ഫീൽ തന്നെ ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്ത ഒരു അടിപൊളി ആർട്ട് വർക്ക് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ പറ്റിയൊരു ഫെസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാനങ്ങോട്ട് സംസാരിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഫീല് റെഡിക്കെന്ന് പറഞ്ഞാൽ ഒരു കാട്ടുപോയ ഒരു ഫീല് തന്നെ കിട്ടുന്നുണ്ട്, ആ ഒരു മ്യൂസിക്കൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്കത് കാണാം. നിങ്ങളൊരു ഇയർഫോൺ വെച്ച് കേൾക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ആ ഒരു എഫക്റ്റ് കിട്ടും. എനിക്ക് ഒരു കാട്ടുപോയ ഒരു ഫീൽ തന്നെ കിട്ടും. അപ്പോൾ ഞാനിനി സംസാരിക്കുന്നില്ല, നിങ്ങളത് ആസ്വദിക്കൂ.
അപ്പം അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാം. സെൻസർ എന്നാ പറയാ, സൗണ്ട് സെൻസർ. ഇതുണ്ടോ കേട്ടോ, സൗണ്ട് ആണോ എന്നില്ല, സൗണ്ട് കഴിയാൻ പോവാണ്. ഫ്ലെയിം സെൻസർ എന്ന് പറയും. ഫ്ലെയിമാണ്, ചൂടെണ്ണ വേണ്ട, ഫ്ലെയിം മതിട്ടാ. ഇവിടെ വേണ്ട, എനിക്ക് ഏറ്റവും ഇഷ്ടം കറുപ്പ് കൊടുക്കാന്നുണ്ട്. അറിയാം എന്താ കാരണം? കറുപ്പ് ഈ രണ്ട് തമ്മിൽ വരച്ചാലോ സംഭവിക്കാൻ സാധ്യതയില്ല. സംഭവിക്കാൻ എന്റെ കുഴപ്പം. ഇനി നമ്മളെന്താ പറയാ, മാജിക് എന്നല്ല പറയാ. ഇവിടെ മാജിക് ഒന്നുമല്ല, ഇവിടെ സയൻസ് പരീക്ഷണമാണ്. അപ്പൊ ഇത് പരീക്ഷണമാണ്, സയൻസ് എക്സ്പീരിമെന്റ്. എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കാന്താണ്. കാന്തത്തിന്റെ ഒരു പരീക്ഷണം. ഈ പെൻസിൽ എങ്ങനെയാ വായു നിൽക്കും? ഇത് കാന്താന്നറിയാലോ. കാന്തം ആകർഷിക്കുകയും ചെയ്യും, വികർഷിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ആകർഷിക്കുന്നില്ല, ആകർഷിച്ചാൽ പോയി മുട്ടണം. ഇതാ ഇവിടെ ഈ രണ്ട് കാന്തം ഈ നാല് കാന്തത്തിലേക്ക് ആകർഷിക്കാണ്ട് നമുക്ക് പറഞ്ഞാൽ അറിയില്ലേ, വികർഷിച്ച് നിൽക്കും. അപ്പൊ ഇതെന്താവുന്നില്ല, വായുവിൽ അങ്ങനെ ഗുളികയാണ്. ഇനി ഈ ഗുളിക ഉണ്ട്, മാഷ് കൊടുത്ത പേര് കരണം മറിയും രസഗുളിക. ക്യാപ്സ്യൂളായില്ല. ഇതിങ്ങനെ അല്ലല്ലോ വീഴണ്ടേ, ഇങ്ങനെയാണോ? ഇങ്ങനെയല്ലേ വീഴണ്ടേ? നമ്മളിങ്ങനെ ചെരിഞ്ഞ സ്ഥലത്ത് പോയിട്ടിരുന്നാൽ നമ്മളെന്താവും, ഇങ്ങനെ വീഴല്ലേ. പക്ഷെ ഇയാളെന്താ ചെയ്യുന്ന നോക്കിയേ, കരണം മറിയും രസഗുളിക. എന്താ ഇത് ചോദിച്ചാലേ ഞാൻ പറഞ്ഞു. എന്നോട് ചോദിക്കണം ഇതെന്താ കാരണം, എന്ത് തോന്നുന്നു? ഏതില്ല ഇവിടെ നോക്കി, ഇവിടെ ഒരു ക്യാപ്സ്യൂൾ വാങ്ങി, കയ്യിൽ നനവ് കൊള്ളാൻ പാടില്ല. നനവ് കൊണ്ട ഇങ്ങനെ പറ്റും. എന്നിട്ട് ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ എടുത്തു. ഇത് മരുന്ന് കളഞ്ഞു, ഇതിലെ മരുന്നും കളഞ്ഞു. ഇതിൻ്റെ നിരക്ക് ഈ ഒരാളുണ്ട്.
സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന കടയിലോ സൈക്കിൾ ഷാപ്പിലോ പോയാൽ ഇങ്ങനത്തെ ഒരു സാധനം ബെയറിംഗ് ബോൾ ഇത് ഇതിൻ്റെ അകത്ത് ഇട്ടു ഈ മൂടിയോട് ഇങ്ങനെ മൂടി ചേക്കുമ്പോൾ എന്താവും ബോള് മൂവ് ചെയ്യില്ലേ അപ്പം ഇതിങ്ങനെ നിൽക്കും പിന്നെയും ചേക്കുമ്പോൾ എന്താവും ബോള് മൂവ് ചെയ്യില്ലേ അന്നേരം ഇങ്ങനെ നിൽക്കും ചേഞ്ചിട്ടല്ലേ അപ്പം വീട്ടിൽ പോകും അപ്പം ഈ ബോൾ ഇങ്ങനെ ഇറങ്ങും ഇതാ ഗുരുത്വ കേന്ദ്രം ഗതികോർജം എന്നെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് മക്കളെ. നമ്മൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ ഇതെല്ലാം പഠിക്കും. അപ്പോൾ എക്സ്പെരിമെൻറ്റുകളെല്ലാം നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതുണ്ട് കാന്താണ്, ഇത് കമ്പിച്ചുറ്റാണ്. സ്വർണ്ണാണോ വെള്ളിയാണോ ചെമ്പാണോ ഇരുമ്പാണോ? ഈ കമ്പി ഇരുമ്പിൻ്റെ നിറം ചെമ്പിൻ്റെ നിറം സ്വർണ്ണല്ലേ വെള്ളിയല്ലേ? പിന്നെ ഇരുമ്പാണോ ചെമ്പാണോ? ചെമ്പാണ്, കോപ്പറാണ്. LED കണ്ടുണ്ടാവുന്നതിനെ കുറിച്ചെല്ലാം പഠിക്കുമ്പോൾ ഇത് പഠിക്കും. ഇത് കണ്ടില്ലേ? കണ്ടില്ലേ? ഓക്കെ ഒന്ന് ഓഫാക്കി നമ്മളെ ഇവിടെ വരുന്നൊക്കെ ചിലവർക്ക് ഇങ്ങനെ തടിക്കായി കൊടുത്തു. അറിയാത്ത എന്തുകൊണ്ടല്ലേ ഈ പൈപ്പ് വെള്ളത്തിൻ്റെ മേലെ നിൽക്കുക. അപ്പം നിൽക്കണ എന്ത് വേണം? എന്തോ ഒരു സാധനം വേണം, വേണ്ടേ? എക്സ്പീരിയൻസിനെ കുറിച്ച് അവർ കുറച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് തന്നെ ചെറിയൊരു കിണറുണ്ട് കേട്ടോ. ആ സംഭവം ഞാൻ കാണിച്ചു തരാം. ഞെട്ടി കേട്ടോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്. കളിക്കുന്ന പറഞ്ഞാൽ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ് കേട്ടോ. അപ്പോൾ കണ്ണാടിയിൽ കാണുന്നതാണ് ഇത്രപ്പാട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കിണർ പോലെ തന്നെയുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതാക്കണ്ട ഒരു കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ചെറിയൊരു എക്സ്പീരിയൻ്റ് ആണ്. അപ്പോൾ ഇത് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് സംഭവം എന്ന്. അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. റെഡിക്കെന്ന് പറഞ്ഞാൽ റെഡിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം ഒന്നും താഴെയൊന്നും ഇല്ലാത്ത പോലെയുണ്ട്. അപ്പോൾ ഇതൊരു വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തു. അപ്പോൾ അതിനുശേഷം ഒരുപാട് നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സംഭവമുണ്ട്. പറ കണ്ട സൈഡിലായിട്ട് ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ. ഇതിലൊക്കെ പഴയകാല സംഭവങ്ങളാണ് കേട്ടോ. പിന്നെ തൊട്ടിലാന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളിയായിട്ട് വെറൈറ്റി ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ കേട്ടോ. എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കരുത്. അങ്ങനെ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളാണുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് വെറൈറ്റി സംഭവങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ഇടാം. അതാണ് നമ്മുടെ നെല്ല് കുത്തുന്നത്. പണ്ട് കാലത്ത് നമ്മൾ നെല്ല് കുത്തിയ ആ ഒരു സംഭവമാണത്. അപ്പോൾ ഇത്രയും വെറൈറ്റി സംഭവങ്ങളാണുള്ളത്. പിന്നീട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടില്ല കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നല്ല സ്റ്റാളാണ്, ബുക്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു ചന്ത പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് എടുത്തിട്ടില്ല ആ ഒരു വീഡിയോ. അപ്പോൾ കുറച്ച് ആവശ്യപ്പെട്ട വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഒത്തിരി കാര്യമില്ലെന്നറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുക്കാത്തത്. അപ്പോൾ സൈഡിലായിട്ട് നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഏഴാം ഫെസ്റ്റിന് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏഴാം ഫെസ്റ്റ് തീരുന്നൊരു ദിവസമാണ്. അപ്പോൾ നമ്മുടെ സുധീ കരമന ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് വലിയ ആർട്ടിസ്റ്റൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ മുകേഷ് എന്നുള്ള ഒരുപാട് വലിയ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തീരുന്ന ദിവസം ആണ് ഞാൻ വന്നത്. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് അങ്ങനെ വന്നതാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ ഒരു സൈഡിൽ ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നതുണ്ട്. ബാക്കിയുള്ള ഇതേപോലത്തെ സംഭവം തന്നെ നമ്മുടെ ആകാശത്തൊട്ടിൽ, പിന്നെ ഇതുപോലെ തന്നെ റൈഡ്, ഇതുപോലെ തന്നെ സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നിട്ട് എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കണ്ണപുരം ശ്രീ മുച്ചിലോട്ട് കാവിൽ തെയ്യാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കണ്ടോ. അപ്പോൾ മുച്ചിലോട്ട് ഭഗവതി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആ കുറി കൊടുക്കുന്നൊരു ഇതാണ്. അപ്പോൾ ഇതാ ഇവിടെ ഇന്ന് ഉത്സവം തീരുന്നൊരു ദിവസമാണ്. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബായ്.